ഹായ് മക്കളെ, +1 കഴിഞ്ഞു. നമ്മളിനി +2ലേക്ക് കയറാൻ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ +2 ക്ലാസ്സൊക്കെ നമ്മളിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. +2 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ലൈഫിലെ ഏറ്റവും ഫൈനൽ ലാസ്റ്റ് ഇയറും കൂടിയാണ് അല്ലേ. ഇപ്പോൾ ഒരുപാട് സവിശേഷതകളുള്ളൊരു വർഷമാണ്. ഈ വർഷം തന്നെ ഒരുപാട് മക്കൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളൊക്കെ വളരെ മൾട്ടി ടാസ്കേഴ്സും വളരെ ടാലൻ്റ് ആയിട്ടുള്ള മക്കളാണ്. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും +2ൻ്റെ ഒപ്പം തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ലൊരു കരിയർ, നല്ലൊരു കോളേജ് അഡ്മിഷൻ ഒക്കെ സെറ്റ് ആക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കൾക്കുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് നീറ്റ്, JEE പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. കാരണം നിങ്ങൾ +1 +2 പഠിച്ച അതേ സിലബസ് ആണ് നിങ്ങൾ നീറ്റ് JEEയിൽ എഴുതാൻ പോകുന്നത്. ആൻഡ് +2 സിലബസിലാണ് അതിന് വെയിറ്റേജ് കൂടുതൽ. അപ്പോൾ +2 സിലബസ് നല്ല ബേസിക്സ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ പഠിച്ചു പോയാൽ പോരാ. കാരണം നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം അത് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിൽ എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും പഠിക്കുന്നത്. കാരണം നിങ്ങളുടെ ബോർഡ് എക്സാം ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. പക്ഷേ നീറ്റ് JEE പോലെയുള്ള ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് എപ്പോഴും നിങ്ങൾ സ്പെഷ്യലായിട്ട് എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് +2 എക്സാമിൻ്റെ ഒപ്പം തന്നെ +2ൽ നമുക്ക് ഫുൾ A+ മേടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നീറ്റും JEE എഴുതി അതിലും നല്ലൊരു സ്കോർ മേടിക്കാം. നല്ലൊരു കോളേജിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ നമുക്ക് അഡ്മിഷൻ വാങ്ങാം. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ എത്തണം, എങ്ങനെയാണ് ഈ എക്സ്പേർട്സിൻ്റെ അടുത്ത് പഠിക്കുക എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം, അതേപോലെ തന്നെ എനിക്കപ്പം സ്കൂളിലെ ക്ലാസ്സും സ്കൂളിലെ ട്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സ്കൂൾ വർക്ക് ഉണ്ടാവുമല്ലോ, ഇതെല്ലാം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ ടൈം മാനേജ് ചെയ്യും, എങ്ങനെ ഞാൻ ക്ലാസ്സസ് കാണും, പിന്നെ മോക്ക് എക്സാമുകൾ പരീക്ഷകളൊക്കെ ഞാൻ എങ്ങനെ എഴുതും, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാകും. നിങ്ങൾക്കും പാരൻസിനും കൺസേൺസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് വേണം. ഇതിനായിട്ട് ഞങ്ങൾ ഡയറക്റ്റായിട്ട്, അതായത് +2നോടൊപ്പം തന്നെ ഇതെല്ലാം എങ്ങനെ ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ പഠിക്കണം, ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, ഏതൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഞങ്ങളൊരു വെബിനാറിലൂടെ വരുന്നുണ്ട്. ഈ വെബിനാർ വരുന്നത് ഏപ്രിൽ 8-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ്. അപ്പോൾ ഡേറ്റും ടൈമും ആരും മറക്കണ്ട. പിന്നെ വെബിനാറിൽ നമ്മൾ പ്രീ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ സ്ക്രീനിലൊരു QR കോഡ് ഉണ്ട്, നിങ്ങളെല്ലാവരും അത് സ്കാൻ ചെയ്യുക, വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരിട്ട് വെബിനാറിൽ വെച്ച് ഇനി സംസാരിക്കാം. നിങ്ങളുടെ എല്ലാ കൺസേൺസും ഞങ്ങളോട് ചോദിക്കുക. അതിനൊക്കെയുള്ള ആൻസേഴ്സ് കൃത്യമായി ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ സീ യു ഓൾ ദെയർ. ഡേറ്റ് മറക്കണ്ട, ഏപ്രിൽ 8-ാം തീയതി വൈകിട്ട് 7 മണിക്ക്. ബൈ.